ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വെളുപ്പിനത്തെ നമ്മുടെ വ്ളോഗല്ല കേട്ടോ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 9:30-ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രിയിൽ നല്ല മഴ ഉണ്ടായിരുന്നു. മഴ മാത്രമല്ല, നല്ല കാറ്റുമായിരുന്നു കേട്ടോ. നമ്മുടെ താഴെയുള്ള തോട്ടിൽ എല്ലാം ചവറൊക്കെ നന്നായിട്ട് കിടന്ന് ഒലിച്ചു പോയി. കുറച്ച് ഭാഗത്ത് മാത്രം കുറച്ച് തങ്ങി നിൽപ്പുണ്ട്. അത് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനൊരു ഈ മൂലയ്ക്കായിട്ടൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അത് ആ തോട്ടിലേക്ക് മറിഞ്ഞ് വീണിട്ട് ഒരു പൈപ്പിനകത്തായിരുന്നു. അപ്പോൾ ആ പൈപ്പ് സഹിതം അങ്ങ് ഒഴുകി പോയിട്ട് ഞാൻ താഴെ നിന്നാണ് ഒരു പ്രകാരം എടുത്തുകൊണ്ട് വന്നത്. അത് എടുത്തു വെക്കാൻ നോക്കിയിട്ട് കൈ നിൽക്കുന്ന പോലും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നടാനായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ആ തെങ്ങിലേക്ക് ഒന്ന് ചാരി വെച്ചേക്കുവാണേ. ഇപ്പോൾ ഞാൻ അവിടെ ആ സ്റ്റിക്കർ ഇട്ടേക്കണത് അപ്പുറത്തെ ചേച്ചി അവിടെ നിന്ന് തുണി വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചീനെ വീഡിയോയ്ക്കകത്ത് കിട്ടണ്ടെന്ന് ഓർത്താണ് സ്റ്റിക്കർ ഇട്ടേക്കണത്. മറ്റൊരാളുടെ അനുവാദം കൂടാതെ നമ്മൾ അവരുടെ വീഡിയോ ഒന്നും എടുത്തിടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ക്ലീനിങ്ങിനായിട്ടൊന്നും ഇറങ്ങിയതല്ല. അപ്പം ചവിട്ടിയൊക്കെ നനഞ്ഞ് കിടക്കുമായിരുന്നു. അവിടെ കുറച്ച് വെള്ളവും കിടപ്പുണ്ടായിരുന്നു. അതൊന്ന് തുടച്ചതാണേ. പിന്നെ ഞാൻ എൻ്റെ ഹാങ്ങിങ് ചെടി എല്ലാ ദിവസവും രാവിലെ നനയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് നനയ്ക്കാൻ ഇറങ്ങിയില്ല കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ആ കൈത്തോട് താഴത്തെ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അവിടെ ഞാൻ ആ നിൽക്കുന്ന ഭാഗത്തായിട്ട് കുറച്ച് പുല്ലുള്ള സ്ഥലത്ത് കുറച്ച് കരിയിലൊക്കെ അടിഞ്ഞു കൂടി കിടപ്പുണ്ട് കേട്ടോ. മുഴുവനായിട്ട് അങ്ങ് പോയില്ല. പക്ഷെ താഴെ ഭാഗത്തേക്ക് ഇതാ കണ്ടോ, നല്ലവണ്ണം ക്ലീനായി കിടക്കുവാണ്. ഒറ്റ ഇല പോലും ഇല്ലാണ്ട് ഒഴുകിപ്പോയി. അപ്പോൾ എന്നും രാവിലെ ഞാൻ നനച്ചു കൊടുക്കുന്ന, ഇന്ന് പച്ചക്കറിക്ക് നനച്ചു കൊടുത്തിട്ടില്ല. നല്ല മഴ പെയ്ത്തായിരുന്നു. ഇവിടെയാണ് കേട്ടോ ആ ചെടി കിടന്നിരുന്നത്. അതിൻ്റെ തണ്ടൊക്കെ കുറേ അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനതെല്ലാം നോക്കിയിട്ട് മേളിലേക്ക് കയറി പോന്നു കേട്ടോ. വീടിൻ്റെ മുറ്റത്തേക്ക് കയറി പോന്നു. നല്ല വെയിൽ ഉദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചവിട്ടിയൊന്ന് എടുത്തിട്ട് വെയിലത്ത് ഉണങ്ങാനായിട്ട് ഇട്ടിട്ട് പോന്നു കേട്ടോ. അപ്പോൾ തുണി ഉണങ്ങാനൊക്കെ ആയിട്ട് ഞാൻ മേളിലാണ് ഇടാറ്. അപ്പോൾ ഒരു മഴക്കാറ് വെച്ച് മഴയൊക്കെ പെയ്താൽ തന്നെ അവിടെ കിടന്നോളൂല്ലോ, പെട്ടെന്ന് ഓടിപ്പോയി എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ? ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഉച്ചവരെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ കുറച്ച് ജോലികളൊക്കെയാണുള്ളത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ ഇടണം എന്നൊക്കെ ഓർത്താണ്, കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ചെറുതായിട്ടൊന്ന് പനിയും മേലുവേദനയൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ മടിച്ചിരുന്നിട്ട് മീൻ ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും, രാത്രിയിലായിരിക്കും കൊണ്ടുവരിക. അപ്പം ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് സവാളയും 2 തക്കാളിയും ഉണ്ടായിരുന്നു എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയൊക്കെ എടുത്തിട്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ മുട്ടയൊക്കെ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള ഉള്ളി ഒന്ന് വഴറ്റി വന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് പതുക്കെ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു തുള്ളി കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ടേ. നേരത്തെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കറി വെച്ചിട്ട് നല്ലതായിരുന്നു. പിന്നീട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ മീനൊക്കെ എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ മുട്ടയൊക്കെ കറി വെക്കാത്തത്. അപ്പോൾ അത് ഒന്ന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേകാനായിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ അരി ആട്ടാനുണ്ടായിരുന്നു കേട്ടോ. അരി ആട്ടാനായിട്ട് എടുത്തു. ചോറും പുളിമാവും കൂടി ഇട്ടാണ് അരി ആട്ടുന്നത്. അപ്പോൾ കറി അങ്ങ് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരല്പസമയം വേവിക്കണം കേട്ടോ. എന്നിട്ട് അരച്ച മാവ് കലത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് മിക്സിയൊക്കെ ഒന്ന് തുടച്ചിട്ടു. അപ്പോഴത്തേക്ക് ആ മുട്ട വെന്തിട്ടുണ്ട്. അതൊന്ന് മറിച്ചും കൂടി ഇടുവാണേ. മറിച്ചും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തീയിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും ആയിക്കോളും. നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ കറി കൂട്ടാനായിട്ട്. പിന്നെ ചപ്പാത്തിക്കായിരിക്കും ഇത് കൂടുതൽ നല്ലത്. ഞാനിതുവരെ ചോറിന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എന്താ, ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുവാണേ.